പി, ബീഹാർ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ ഈ BJPക്ക് സ്വാധീനമുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വലിയ സ്വീകാര്യത ഇപ്പോൾ കൈവന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ലോകസഭയിൽ നേടിയെടുക്കാൻ കഴിയും. ഈ രാഷ്ട്രീയ കൗശലമാണ്, അപകടകരമായ ഒരു ഫാസിസ്റ്റ് തന്ത്രമാണ് ഇപ്പോൾ മണ്ഡല പുനർനിർണയനത്തിന് വേണ്ടിയുള്ള നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിന് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ എന്താണ്? ഈ നോർത്തിലെ ഏതാനും ചില സംസ്ഥാനങ്ങളിലെ പാർലമെന്റ് അംഗത്വം മാത്രം മതി. സൗത്ത് ഇന്ത്യയിലെ അംഗങ്ങൾ കുറയും. അപ്പം ഒരു പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് എന്താണ്? ഓരോ സമൂഹത്തിൻ്റെയും ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രാതിനിധ്യം വളരെ പ്രധാനമാണ്. അപ്പം ആ പ്രാതിനിധ്യം എന്ന് പറയുന്നത് നിരവധി സമത്വാശയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒരു സമതുലിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ടാവുക, എല്ലാ വിഭാഗങ്ങൾക്കും തുല്യമായി സമ്പത്ത് വിഭവങ്ങൾ പങ്കിട്ടെടുക്കാൻ അവസരം ഉണ്ടാവും. ഇപ്പൊ സൗത്ത് ഇന്ത്യയാണ് ഇന്ത്യ ഗവൺമെന്റിന്, കേന്ദ്ര സർക്കാരിന് ഏറ്റവും വലിയ നികുതി കൊടുക്കുന്നത്. ഇപ്പോൾ GSTയുടെ ഒക്കെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളം പോലുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങളാണ്, കൺസ്യൂമർ സ്റ്റേറ്റുകളാണ് ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്നത്. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഒരു ഫ്ലോർ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ വനിതാ സംവരണവും ഈ മണ്ഡല പുനർനിർണയവും ഒന്നിച്ചു വരുമ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. വനിതാ സംവരണം നടപ്പാക്കണ്ടേ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ പലർക്കും ആശയക്കുഴപ്പമുണ്ട്. ഇപ്പം തന്നെ മായാവതിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ തന്നെ വന്നു, കോൺഗ്രസിലെ മീരാകുമാറിൻ്റെ പ്രസ്താവന വന്നു. അപ്പോൾ എന്താണ്? ഈ പ്രതിപക്ഷത്തിനകത്ത് തന്നെ വിഷയങ്ങളുടെ പേരിൽ അഭിപ്രായ ഭിന്നതയുണ്ടാക്കി തങ്ങളുടെ അജണ്ട വളരെ സമർത്ഥമായി എങ്ങനെ നടപ്പാക്കാം. ഇപ്പോൾ പൗരത്വ നിയമത്തിൽ അത് നമ്മൾ കണ്ടതാണ്. പൗരത്വ നിയമം ഒരു കാരണവശാലും രാജ്യസഭയിൽ പാസ്സാവില്ലായിരുന്നു. പ്രതിപക്ഷം ഒന്നിച്ചിന്ന് ശക്തമായി എതിർത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിച്ചത്? പൗരത്വ നിയമത്തിന് ലോകസഭയിൽ ഇത് പാസ്സാക്കി രാജ്യസഭയിലേക്ക് വന്നപ്പോൾ ഇടതുപക്ഷം പറഞ്ഞത് ഇതിന് വോട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ് നിന്നില്ല. 2011 നമ്മുടെ രാജ്യത്ത് അവസാനമായി സെൻസസ് നടന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും ലോക്സഭയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ചിന്തിക്കുമ്പോൾ ആദ്യമായി നടപ്പിലാക്കേണ്ട കാര്യം സെൻസസ് ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ രൂപത്തിലുള്ള സീറ്റ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ബില്ല് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ കൊണ്ടുവരാനുള്ള കാരണമായി താങ്കൾക്ക് തോന്നുന്നത്? 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെക്കാലമായുള്ള BJP ഭരണം സംഘപരിവാർ അജണ്ടയിൽ നിന്നുള്ള കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം. ആ ഭരണം വലിയ അസംതൃപ്തി ഇന്ത്യയിൽ ആകമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP ഇതരമായ സർക്കാരുകൾ തുടർച്ചയായി അധികാരത്തിൽ വരും. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ 2029 തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങൾക്ക് സ്വാധീനമുള്ള UP, രാജസ്ഥാൻ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനം, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ മണ്ഡല പുനർനിർണയനം വളരെ സമർത്ഥമായ രീതിയിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ്, ഏജൻസിയാണ് മണ്ഡല പുനർനിർണയം നടത്തേണ്ടത്. ആ മണ്ഡല പുനർനിർണയനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഫഹീം ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്താണ്? കാനേഷ്മാരിയാണ്, സെൻസസ്സാണ്. 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മണ്ഡല പുനർനിർണയം നടത്താൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് BJP കാണുന്നത്? നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുണ്ടാവും, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകളുടെ എണ്ണം കുറയും. എന്തുകൊണ്ടാണ് എണ്ണം കുറയുന്നത്? ദക്ഷിണേന്ത്യ 1970-കൾക്ക് ശേഷം ഇന്ത്യയിൽ ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള തീവ്ര പരിപാടികൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അവതരിപ്പിക്കപ്പെട്ടു. അതേറ്റവും നിഷേധാർഢ്യത്തോടുകൂടി നടത്തിയിട്ടുള്ള, അതിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക സാമൂഹ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് ദക്ഷിണേന്ത്യ, പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. അപ്പോൾ ഇവിടെ ജനസംഖ്യ കുറയും. കാരണം ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം വളരെ ശാസ്ത്രീയമായ രീതിയിൽ, ഫലപ്രദമായ രീതിയിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്? മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് അത് പരിഹരിക്കാൻ വേണ്ടി ഒരു 50% ഫോർമുല അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സീറ്റുകൾ 50% കൂട്ടാം എന്നുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൽ 30 സീറ്റുണ്ട്, 20 ഇപ്പോൾ ഉള്ളത്, 30 സീറ്റ് വരെ കിട്ടാം. എന്നാൽ 80 സീറ്റുള്ള
യു പിയിലത് 140-ലേറെ സീറ്റാവും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? യു പി, ബീഹാർ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ ഈ BJPക്ക് സ്വാധീനമുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വലിയ സ്വീകാര്യത ഇപ്പോൾ കൈവന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ലോകസഭയിൽ നേടിയെടുക്കാൻ കഴിയും. ഈ രാഷ്ട്രീയ കൗശലമാണ്, അപകടകരമായ ഒരു ഫാസിസ്റ്റ് തന്ത്രമാണ് ഇപ്പോൾ മണ്ഡല പുനർനിർണയനത്തിന് വേണ്ടിയുള്ള നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണ്? പ്രതിപക്ഷത്തെ ആകെ പ്രതിസന്ധിയിലാക്കാനുള്ള ഒരു ഫ്ലോർ എഞ്ചിനീയറിംഗും കൂടി, പാർലമെൻറ്റിനകത്ത് ഒരു ഫ്ലോർ എഞ്ചിനീയറിങ്ങിൻ്റെതായ ഒരു മെത്തേഡ് കൂടി മുന്നോട്ട്. അതെന്താണ്? വനിതാ സംവരണമാണ്. അപ്പോൾ 2023 സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയതാണ് ഏകകണ്ഠമായി. ഇന്ത്യയിലെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ പിന്തുണച്ചു. CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ എന്താ പറഞ്ഞത്? 2023 സെപ്റ്റംബറിൽ പാസ്സാക്കിയ വനിതാ സംവരണ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംവരണം നടപ്പാക്കണമെന്ന്. അന്ന് അതിൽ നിന്ന് പിന്മാറി. അതെന്താ പറഞ്ഞിരുന്നത്? അന്ന് പറഞ്ഞിരുന്നത് സമയം വേണം. അതെ, ജനസംഖ്യ കണക്കെടുപ്പൊക്കെ നടത്തി 2026 ജനസംഖ്യ കണക്കെടുപ്പിൻ്റെ സെൻസസിൻ്റെ ബേസിൽ മണ്ഡല പുനർനിർണയം നടത്തും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? വനിതാ സംവരണം നടപ്പാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ വരാൻ പോകുന്ന ഒരു കേന്ദ്ര നിയമ ഭേദഗതി എന്താണ്? 3 ബില്ലുകൾ വരികയാണല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമ ഭേദഗതി എന്താണ്? നമ്മുടെ ഭരണഘടനയുടെ 81, 82 അനുച്ഛേദം ഭേദഗതിയാണ്. എന്തിനാ ഭേദഗതി ചെയ്യുന്നത്? 2026 സെൻസസിന് മുമ്പ് തന്നെ മണ്ഡല പുനർനിർണയം നടത്തണം. ഭരണഘടനാപരമായ വലിയൊരു ബാധ്യതയിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിന്മാറുകയും അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായി, നമ്മുടെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഈ മണ്ഡല പുനർനിർണയ നിയമം കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ സൗത്ത് ഇന്ത്യനെ ഇന്നലെ പ്രകാശ് രാജിനടക്കം പോസ്റ്റ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വികസനം സൗത്ത് ഇന്ത്യയിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാനും കൂടിയാണ് ഈ രൂപത്തിലുള്ള ഒരു ബില്ല്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ വലിയ സീറ്റ് വർദ്ധിപ്പിക്കുകയും സൗത്ത് ഇന്ത്യയിൽ സീറ്റ് കുറയുകയും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സർക്കാരുകൾക്ക് സൗത്ത് ഇന്ത്യനെ വലിയ രീതിയിൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ആരോപണവും ഒരുപാട്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? തീർച്ചയായിട്ടും സൗത്ത് ഇന്ത്യയിൽ നിന്ന് പ്രാതിനിധ്യം കുറയും. കേന്ദ്ര സർക്കാരിന് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ എന്താണ്? ഈ നോർത്തിലെ ഏതാനും ചില സംസ്ഥാനങ്ങളിലെ പാർലമെൻറ്റ് അംഗത്വം മാത്രം മതി. സൗത്ത് ഇന്ത്യയിൽ അംഗങ്ങൾ കുറയും. അപ്പം ഒരു പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് എന്താണ്? ഓരോ സമൂഹത്തിൻ്റെയും ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രാതിനിധ്യം വളരെ പ്രധാനമാണ്. അപ്പോൾ ആ പ്രാതിനിധ്യം എന്ന് പറയുന്നത് നിരവധി സമത്വാശയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒരു സമതുലിതമായ ഒരു സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ടാവുക, എല്ലാ വിഭാഗങ്ങൾക്കും തുല്യമായി സമ്പത്ത് വിഭവങ്ങൾ പങ്കിട്ടെടുക്കാൻ അവസരം ഉണ്ടാവുക. ഇപ്പോൾ സൗത്ത് ഇന്ത്യയാണ് ഇന്ത്യ ഗവൺമെൻറ്റിന്, കേന്ദ്ര സർക്കാരിന് ഏറ്റവും വലിയ നികുതി കൊടുക്കുന്നത്. ഇപ്പോൾ GSTയുടെ ഒക്കെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളം പോലുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങളാണ്, കൺസ്യൂമർ സ്റ്റേറ്റുകളാണ് ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്നത്. എന്നാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 അനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ള ധനകാര്യ കമ്മീഷനുണ്ട്, ദേശീയ ധനകാര്യ കമ്മീഷൻ. ആ ദേശീയ ധനകാര്യ കമ്മീഷൻ സമ്പത്ത് വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എന്താണ്? ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ന്യായമായ രീതിയിൽ എന്താണ് കേരളത്തിന് വിഹിതം തരേണ്ടതാണ്. ആ വിഹിതം നിഷേധിക്കുന്നത് എങ്ങനെയാണ്? ആ വിഹിതം നിഷേധിക്കുന്നത് ദേശീയ ധനകാര്യ കമ്മീഷനെ കേന്ദ്ര സർക്കാർ സ്വാധീനിക്കുകയാണ്. ഫെഡറൽ മൂല്യങ്ങൾക്കും ഫെഡറലിസം മുന്നോട്ട് വെക്കുന്ന സമതുലിതമായ ഒരു വികസനത്തെ, വിഭവങ്ങൾ പങ്കുവെക്കുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ നിഷേധിക്കുകയാണ് തങ്ങൾക്ക് അനഭിമതമായ സംസ്ഥാനങ്ങളോട്. കാരണം BJPക്ക് സ്വാധീനമില്ല, കേരളത്തിലില്ല, തമിഴ്നാട്ടിലില്ല, കർണാടകയിലില്ല, തെലുങ്കാനയില്ല. അപ്പോൾ BJPക്ക് സ്വാധീനമില്ലാത്ത, BJP ഇതരമായി നിൽക്കുന്ന ഗവൺമെൻറ്റുകളുള്ള സംസ്ഥാനങ്ങളോട് അങ്ങേയറ്റം നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ എന്താണ്? സൗത്ത് ഇന്ത്യയുടെ ദക്ഷിണ സംസ്ഥാനങ്ങളുടെ വിലപേശൽ ശക്തി, കേന്ദ്രത്തിലുള്ള അവരുടെ വിലപേശൽ ശക്തി, കാരണം നമുക്ക് ആവശ്യമായ പാർലമെൻറ്റ് അംഗങ്ങളും ആ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് കൂട്ടായി വിലപേശാനും ഗവൺമെൻറ്റിൽ നമ്മുടെ പങ്കാളിത്തമൊക്കെ വരുമ്പോഴാണല്ലോ നമ്മുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള വിഹിതം, ധനകാര്യമായ വിഹിതവും സമ്പത്തുമൊക്കെ കിട്ടുക. കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കേന്ദ്ര സർക്കാർ നമ്മളോട് എന്ത് പറഞ്ഞു? ജനസംഖ്യ കുറക്കണം,
സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് വികസനം ഉണ്ടാകണം. നമ്മളത് അക്ഷരം പ്രതി നടപ്പാക്കി. ഇപ്പം എന്താണ്? വിഹിതം നമുക്ക് കുറയാണ്. നമ്മൾ കേന്ദ്ര സർക്കാർ പറഞ്ഞതനുസരിച്ച് ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ നമുക്ക് വിഹിതം കുറയുന്നു. അത് നടപ്പാക്കാതിരുന്ന സംസ്ഥാനങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്നു, നമുക്ക് നഷ്ടവും അവർക്ക് നേട്ടവും ഉണ്ടാകുന്നു. എന്തിൻ്റെ പേരിലാണ്? 70 മുതൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ജനസംഖ്യാ നിയന്ത്രണം ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ വളരെ സമതുലിതവും ഉദ്ഗ്രഥിതവുമായ ഒരു വികസനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പരിപാടികളും വളരെ ഉത്തരവാദിത്തോട് പ്രതിബദ്ധതയോടുകൂടി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നടപ്പാക്കി. ആ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ വിഹിതം കുറയാണ്. ഇപ്പോൾ എന്താണ് ഈ മണ്ഡല പുനർനിർണ്ണയനം വഴി സംഭവിക്കുന്നത്? നമുക്ക് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ നമ്മുടെ പ്രാതിനിധ്യവും എന്താണ്? കുറയാൻ പോവുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ രാഷ്ട്രീയത്തിലെ നമ്മുടെ വിലപേശൽ ശേഷി, നമ്മുടെ ബാർഗെയിനിങ് പവർ പതുക്കെ ദുർബലമാവുന്നു എന്നാണ്. ആ അർത്ഥത്തിൽ വളരെ അപകടകരമായ നമ്മുടെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നീക്കമാണ് ഇത്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, തെലുങ്കാന ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസുമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച അവിടുത്തെ മുഖ്യമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അത്തരത്തിലുള്ളൊരു പ്രശ്നമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഐക്യത്തോടെയുള്ള കേന്ദ്രത്തിനെതിരെ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ ഈ സൗത്ത് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് മാത്രമല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കാകെ കഴിയണം. ഇന്ത്യ മുന്നണി, അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, കോൺഗ്രസോ ഇടതുപക്ഷമോ ഒക്കെ ആയിട്ടുള്ള അഭിപ്രായം, അത് വേറെ കാര്യമാണ്. പക്ഷേ ഇന്ത്യ മുന്നണി ആകെ ഒന്നിച്ചൊരു ചേരിയായി നിന്നുകൊണ്ട് ഇതിനെ ചെറുത്തു തോൽപ്പിക്കണം എന്നുള്ളതാണ്. ഇത് വളരെ അപകടകരമായ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനെ തകർക്കാനുള്ള ഒരു ഫാസിസ്റ്റ് അജണ്ടയാണ്. ഇതൊരു RSS അജണ്ടയാണ്. ആ RSS അജണ്ട എന്താണ്? പാർലമെൻറ്റിൻ്റെ തന്നെ മാർഗ്ഗങ്ങൾ, ജനാധിപത്യത്തിൻ്റെ തന്നെ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് എന്താണ്? ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നിരോധിക്കുന്നില്ല. പക്ഷേ എന്താണ്? മത്സരം നടക്കുമ്പോൾ കൂടുതൽ സീറ്റ് നേടാൻ തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുന്നു. തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത, തങ്ങളെ വേണ്ടത്ര അടുപ്പിച്ചിട്ടില്ലാത്ത RSS രാഷ്ട്രീയത്തെ നിരാകരിക്കുന്ന, ഹിന്ദുത്വത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാന കർണാടകയോടും തമിഴ്നാട്ടിനോടും കേരളത്തോടും എന്താണ്? അതിൻ്റെ പ്രാതിനിധ്യം വെട്ടിക്കുറക്കുന്നു. അതുവഴി എന്താണ്? തങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ തന്നെ വഴികളിലൂടെ വളരെ കുടിലമായ രീതിയിൽ തങ്ങളുടെ ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കാൻ കഴിയണം. ഇതിനെ അതിശക്തമായി എതിർക്കണം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഒരു ഫ്ലോർ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ വനിതാ സംവരണവും ഈ മണ്ഡല പുനർനിർണ്ണയവും ഒന്നിച്ചു വരുമ്പോൾ എന്താണ്? ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. വനിതാ സംവരണം നടപ്പാക്കണ്ടേ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ പലർക്കും ആശയക്കുഴപ്പമുണ്ട്. ഇപ്പം തന്നെ മായാവതിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ തന്നെ വന്നു, കോൺഗ്രസിലെ മീരാകുമാറിൻ്റെ പ്രസ്താവന വന്നു. അപ്പോൾ എന്താണ്? ഈ പ്രതിപക്ഷത്തിനകത്ത് തന്നെ വിഷയങ്ങളുടെ പേരിൽ അഭിപ്രായ ഭിന്നതയുണ്ടാക്കി തങ്ങളുടെ അജണ്ട വളരെ സമർത്ഥമായി എങ്ങനെ നടപ്പാക്കാം. ഇപ്പോൾ പൗരത്വ നിയമത്തിൽ അത് നമ്മൾ കണ്ടതാണ്. പൗരത്വ നിയമം ഒരു കാരണവശാലും രാജ്യസഭയിൽ പാസ്സാവില്ലായിരുന്നു. പ്രതിപക്ഷം ഒന്നിച്ചിന്ന് ശക്തമായി എതിർത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിച്ചത്? പൗരത്വ നിയമത്തിന് ലോകസഭയിൽ ഇത് പാസ്സാക്കി രാജ്യസഭയിലേക്ക് വന്നപ്പോൾ ഇടതുപക്ഷം പറഞ്ഞത് ഇതിന് വോട്ടിടണം. പക്ഷെ കോൺഗ്രസ് നിന്നില്ല. വോട്ടിനിടുകയും കൃത്യമായ ധ്രുവീകരണം ഉണ്ടാക്കുകയും NDAയിൽ BJP മുന്നണിയിൽ തന്നെ ഇക്കാര്യത്തിൽ വിള്ളലുണ്ടാക്കാൻ കഴിയുമോ എന്ന ഒരു പ്രതിപക്ഷ ഇനീഷ്യേറ്റീവ്, ഒരു പൊളിറ്റിക്കൽ ഇനീഷ്യേറ്റീവ് പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിലുണ്ടായില്ല. ഇപ്പോൾ മുത്തലാഖ് നിയമം ലോകത്ത് എവിടെയും കൊണ്ടു. വിവാഹ നിയമത്തിൽ ക്രിമിനൽ വ്യവസ്ഥ ആദ്യമായിട്ട് ഇന്ത്യയിലാണ് വിവാഹ നിയമത്തിൽ ക്രിമിനൽ വ്യവസ്ഥ കൊണ്ടുവന്നു. ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, പരാതി പോയാൽ മുസ്ലിം പുരുഷൻ എന്ത് ചെയ്യണം? ജയിലിൽ പോകണ അയാളെ ജാമ്യമില്ലാ വ്യവസ്ഥയനുസരിച്ച് അറസ്റ്റ് ചെയ്യാം. ഇത് പാർലമെൻറ്റിൽ ശക്തമായി പ്രതിപക്ഷം ഒന്നിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് BJPക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല. പക്ഷേ കോൺഗ്രസ് കാര്യത്തിൽ നിരുത്തരവാദിത്വം കാണിച്ചു. ആ നിരുത്തരവാദപരമായ നിലപാട് ഉപേക്ഷിച്ച് ഉത്തരവാദിത്വപൂർവ്വം ഭരണഘടനയോട്, ഫെഡറലിസത്തോട്, രാജ്യത്തിൻ്റെ സമതുലിതമായ ഒരു നിലനിൽപ്പ് സാധ്യമാകുന്ന വിഭവ പങ്കാളിത്തം, വിഭവ പങ്കിടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തത്വാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷമാകെ ഒന്നിച്ചു നിൽക്കുന്നതാണ്. ഇത് ലോകസഭയിൽ പാസ്സാവില്ല. ഇല്ല. കാരണം കോൺഗ്രസിന് ഭരണഘടനാ ഭേദഗതിയാണിത്. ഇത് നമ്മുടെ ഭരണഘടനാ എമൻമെൻ്റാണ്. 81, 82 അനുച്ഛേദങ്ങളിൽ ഭേദഗതി വരുത്തുകയാണ്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി പാസ്സാകണമെങ്കിൽ എന്ത് വേണം? 3ൽ 2 അംഗങ്ങളുടെ പിന്തുണ വേണം. BJPക്ക് NDAക്ക് 3ൽ 2 അംഗങ്ങളുടെ പിന്തുണയില്ല ലോകസഭയിൽ. അവരെങ്ങനെയാണ് ഈ പിന്തുണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? പ്രതിപക്ഷ കക്ഷികളുടെ ഇടയിൽ വിള്ളലുണ്ടാക്കാനാണ്. അതാണ് അമിത്ഷായുടെ വളരെ കൗശലപൂർവ്വമായിട്ടുള്ള ഫ്ലോർ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ജാഗ്രത പുലർത്തണം. അതിൽ കോൺഗ്രസ് പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തണം. ഇപ്പം തന്നെ കോൺഗ്രസിൻ്റെ പല ആൾക്കാരും എന്താണ്, ഈ വനിതാ സംവരണവും മണ്ഡല പുനർനിർണ്ണയമൊക്കെ വന്നപ്പോൾ
വനിതാ സംവരണം നടപ്പാക്കുന്നതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അതേപോലെ BSPയുടെ മായാവതി പറഞ്ഞ പോലെ തന്നെ മീരാകുമാർ പറയണം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വേണം. വളരെ ശക്തമായ യോജിപ്പ്, ഐക്യം ഇതിനെ എതിർക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് ഇടയിലുണ്ടാവണം. ഇല്ലെങ്കിൽ എന്താണ്, ജനാധിപത്യത്തിൻ്റെ വഴികളിലൂടെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കും. UPയിലെയും മഹാരാഷ്ട്രയിലെയും ബീഹാറിലെയും മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ആളുകൾ കൂടി എന്ത് ചെയ്യും? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന BJPയുടെ അജണ്ടയിലേക്ക് പോകുക. അതിൻ്റെ മുന്നോടിയാണ് ഈ മണ്ഡല പുനർനിർണ്ണയം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഈ കാര്യത്തിലേക്ക് ആണ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥയെ BJP പതുക്കെ നീക്കിക്കൊണ്ടുപോകുന്നത്. അത് മനസ്സിലാക്കാനും അതിനെതിരായിട്ട് അതിശക്തമായ ജാഗ്രത. ഇതൊരു കാരണവശാലും പ്രതിപക്ഷം ഒന്നിച്ച് എന്നാൽ പാസ്സാവില്ല കേട്ടോ. കാരണം BJPക്ക് 3-2 ഭൂരിപക്ഷമില്ല. പിന്നെ മാത്രമല്ല, പകുതിയേറെ സംസ്ഥാനങ്ങളുടെ പിന്തുണ ഇതിന് വേണം. അതൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ആ കാര്യത്തിൽ ജാഗ്രതായ ഒരു പ്രതിരോധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതിലെ കണക്കിലെ ചില പ്രശ്നങ്ങളുണ്ട്. 50% ഓരോ ഇതിനകത്ത് വർദ്ധിപ്പിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന് 30 സീറ്റാണ് കിട്ടേണ്ടത്. 23 സീറ്റാണ് കേരളത്തിന് നൽകുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ UPക്ക് കൂടുതൽ സീറ്റ് ലഭിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് താങ്കൾക്കറിയാം? അല്ല, അത് മണ്ഡല പുനർനിർണ്ണയത്തിന് ബേസായിട്ട് എടുക്കുന്നത് 2011 സെൻസസ് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ആളുകളുടെ എണ്ണം ഒരു പാർലമെൻറ്റ് സീറ്റിൽ ഇത്ര ജനസംഖ്യ എന്നൊക്കെയുള്ള കണക്ക് വെച്ചിട്ടായിരിക്കും മണ്ഡല പുനർനിർണ്ണയം നടത്തുക. അതിൽ 2 തരം പ്രശ്നങ്ങൾ നമ്മൾ കാണണം. പ്രാതിനിധ്യം എന്ന് പറയുന്നത് എന്താണ്? കേവലമായ ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള പ്രാതിനിധ്യം മാത്രമല്ല. നമ്മളൊരു ബഹുസ്വരമായ ഒരു സമൂഹമാണ്. ആ ബഹുസ്വരമായ സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമാണ് നമ്മുടെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പ്രാതിനിധ്യത്തെ നമുക്ക് കാണാൻ കഴിയണം. പ്രത്യേകിച്ച് മൈനോറിറ്റി, ന്യൂനപക്ഷ ഭാഷ, ന്യൂനപക്ഷ മതം, ഇതിനെല്ലാം നമുക്ക് കണക്കിലെടുക്കാൻ കഴിയണം. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു സമീപനമാണ് വേണ്ടത്. ഇപ്പോൾ പുതിയ നിയമ അമെൻമെൻറ്റിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഇന്ത്യയുടെ കേന്ദ്രപ്രദേശത്ത് കിടക്കുന്ന ഏതാനും സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിൽ സീറ്റ് കൂട്ടിയെടുക്കുക. അതിന് വളരെ സമർത്ഥമായ രീതിയിൽ 2011 ജനസംഖ്യാ കണക്കെടുപ്പിനെ ബേസ് ചെയ്യുക. എന്തുകൊണ്ടാണ് 2026 ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡല പുനർനിർണ്ണയം നടത്തുക എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് 2026 ജനസംഖ്യാ കണക്കെടുപ്പിന് കാത്തു നിൽക്കാതെ ആ 2026 ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന ഭരണഘടനാപരമായ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് BJP അതിനു മുമ്പ് തന്നെ മണ്ഡല പുനർനിർണ്ണയത്തിന് ബില്ല് കൊണ്ടുവരുന്നത്? അപ്പോൾ കൃത്യമായ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട 2029 തെരഞ്ഞെടുപ്പിൽ BJPക്ക് എളുപ്പം ജയിച്ചു കയറണം. കാരണം സൗത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിശാല ഭൂപ്രദേശങ്ങളിൽ BJPക്കെതിരായിട്ടുള്ള ജനവികാരമുണ്ട്. അപ്പോൾ BJPക്ക് അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ, ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ മേഖലകളിൽ എണ്ണം കൂട്ടാം ഇതുവഴി. അതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. സ്വാഭാവികമായിട്ടും 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഈ മാസങ്ങൾ കേരളത്തിൽ കഴിഞ്ഞു. തമിഴ്നാട്ടിലും ബംഗാളിലും ആസാമിലും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ളൊരു ചർച്ച ലോക്സഭയിലേക്ക് വരുമ്പോൾ ഇപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെ MP-മാർ അവരുടെ മണ്ഡലത്തിൽ കൃത്യമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. DMKയുടെ MP-മാരായിട്ടുള്ള ആളുകൾ അവരുടെ മണ്ഡലത്തിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർലമെൻറ്റിൽ ഇത്തരത്തിലുള്ള ഒരു ബില്ല് പെട്ടെന്ന് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെയും ഇത് വലിയ രീതിയിൽ ഗുണമായോ ദോഷമായോ BJPക്ക് ബാധിക്കാൻ സാധ്യതയില്ല. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമാണ് ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ചത്. ഇലക്ഷൻ കമ്മീഷൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കടന്നു പോകുന്നൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് മണ്ഡല പുനർനിർണ്ണയം പോലെയുള്ള ഇലക്ഷൻ കമ്മീഷനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരിക? അതും ഭരണഘടനാ ഭേദഗതിയായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമാണ്. ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടേണ്ടതാണ് ശരിക്ക്. പക്ഷേ ഗാനേഷ് കുമാർ അതിൽ ഇടപെടുമോ? ഇല്ലെന്നുള്ളതാണല്ലോ നമുക്കറിയാവുന്നൊരു കാര്യം. ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടേണ്ടതാണ്. സാധാരണഗതിയിൽ മണ്ഡല പുനർനിർണ്ണയം എന്ന് പറയുന്നത് ഭരണഘടനാപരമായ ഭേദഗതിയിലൂടെയല്ല വരേണ്ടത്. അത് ഒരു നിയമനിർമ്മാണമായിട്ടല്ല വരേണ്ടത്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സാധാരണഗതിയിൽ ഇലക്ഷന് ആവശ്യമായ രീതിയിലുള്ള മണ്ഡല രൂപീകരണം, മണ്ഡല നിർണ്ണയം നടത്തുന്നത്. ഇതിപ്പോൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്.
ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും വിരുദ്ധമാണ്. ആ രീതിയിൽ കൃത്യമായ ഒരു ഫാസിസ്റ്റ് അജണ്ടയിൽ നിന്നുള്ള കടന്നുകയറ്റമാണ് ഈ നിയമ ഭേദഗതികൾ. സ്വാഭാവികമായിട്ടും പാർലമെന്റിൽ സീറ്റ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിനൊരു ബദൽ രേഖ കൃത്യമായിട്ടുണ്ടാവും. എന്താണ് വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇടതുപക്ഷം ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് ഏത് രൂപത്തിലുള്ളതാണ്? ഇടതുപക്ഷ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ഇന്ത്യയുടെ ഞാനത് നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ മേഖല എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഒരു പ്രത്യേക മേഖലയെ പുറന്തള്ളുകയും അതിൻ്റെ വിലപേശൽ ശേഷിയെ ദുർബലമാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ബില്ല് വരുന്നത്. സൗത്തിനെ ഇത് പുറന്തള്ളുന്നു, സൗത്തിൻ്റെ വിലപേശൽ ശേഷിയെ അത് ദുർബലമാക്കുന്നു. പ്രാതിനിധ്യ ജനാധിപത്യമാണ് പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുമ്പോൾ എന്താണ്? അത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള പ്രാതിനിധ്യമല്ല. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വ്യത്യസ്ത ഭാഷകളുണ്ട്, വ്യത്യസ്ത മതങ്ങളുണ്ട്, ഗോത്രങ്ങളുണ്ട്, ജാതി സമൂഹങ്ങളുണ്ട്, ചരിത്രപരമായ കാരണങ്ങളാൽ പല രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളെയെല്ലാം ഈ പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളാൻ കഴിയണം. അതിലേറ്റവും പ്രധാനമായ ഒരു സാമൂഹ്യ നീതിയുടെ പ്രശ്നമാണ് സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വനിതാ സംവരണത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥയെ എന്താണ് ഏകപക്ഷീയമായി തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളുടെ പ്രാതിനിധ്യം മാത്രമാക്കി മാറ്റുകയാണ്. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ ഒരു കോളനിയായിരിക്കും ദക്ഷിണേന്ത്യ. നയരൂപീകരണങ്ങളിൽ സ്വന്തം പ്രാതിനിധ്യ ശേഷി കൊണ്ട് ഒരർത്ഥത്തിലുമുള്ള സ്വാധീനം ചെലുത്താൻ കഴിയാത്ത, രാഷ്ട്രീയമായി വിലപേശ ശക്തി നഷ്ടപ്പെട്ടു പോയ ഒരു മേഖലയായിട്ട്, ഒരു റീജിയണലായിട്ട് ദക്ഷിണ മേഖല മാറും. അപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എന്ന് പറയാൻ സംഘപരിവാറിന് ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളുടെ ഒരു കോളനിയാക്കി മാറ്റും. ആ കാര്യമാണ് ബ്രിട്ടാസ് ഇത് സംബന്ധമായിട്ട് പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ഇത് വളരെ അപകടകരമായ, എല്ലാ അർത്ഥത്തിലും ജനാധിപത്യ വിരുദ്ധമായ ഒരു രാജ്യത്തിൻ്റെ ഒരു വലിയ ഭൂപ്രദേശത്തെ എന്താണ് ഒരർത്ഥത്തിൽ ഒറ്റപ്പെടുത്തുന്ന, അതിൻ്റെ രാഷ്ട്രീയമായ വിലപേശ ശേഷിയെ ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കമാണ്. ഈ പാർലമെൻറ്റിൽ സീറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ അതേപോലെ തന്നെ രാജ്യസഭയിലും ഇതുപോലെ സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? രാജ്യസഭയെ ദുർബലപ്പെടുത്തുക എന്ന നീക്കമാണ് കാലാകാലമായിട്ട് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം രാജ്യസഭ എന്ന് പറയുന്നത് അതാത് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള ജനപ്രതിനിധികളുടെ അസംബ്ലി MLA-മാരുടെ പ്രതിനിധികളാണ് രാജ്യസഭയിൽ വരുന്നത്. അപ്പോൾ രാജ്യസഭയെ എല്ലാ കാലത്തും എന്താണ് ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ റീജിയണൽ പാർട്ടികളൊക്കെ ശക്തിയായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിൽ എത്തപ്പെടുന്ന ആളുകൾ പ്രതിപക്ഷ BJP വിരുദ്ധമായ നിലപാടുകളുള്ള ആളുകളായിരിക്കും. അപ്പോൾ പലപ്പോഴും എന്താണ് ഈ BJPയുടെ ഈ 10-12 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ ചരിത്രം നോക്കിയാൽ പല ബില്ലുകളും അവർക്ക് എളുപ്പം പാസ്സാക്കിയെടുക്കാൻ കഴിയാതെ പോയതെന്താണ്? ഈ രാജ്യസഭയിലെ എതിർപ്പ് കൊണ്ടാണ്. അപ്പോൾ രാജ്യസഭയിലെ ആ എതിർപ്പിനെ അവർ മറികടന്നത് എങ്ങനെയാണ്? ഈ ഫ്ലോർ എഞ്ചിനീയറിങ്ങിലൂടെയാണ്. ഏതെങ്കിലും രീതിയിൽ എന്താണ് വോട്ടെടുപ്പിൻ്റെ രീതികളിലൊക്കെ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ പ്രതിപക്ഷ അംഗങ്ങൾ ബഹിഷ്കരിക്കുന്ന സമയത്ത് ബില്ല് പാസ്സാക്കുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ രാജ്യസഭയും ഇത് ദുർബലപ്പെടുത്തും. ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ്, 2 മണ്ഡലങ്ങളിൽ, പാർലമെൻറ്റിൻ്റെ 2 മണ്ഡലങ്ങൾ എന്നുള്ള കാഴ്ചപ്പാടിന് തന്നെ ഇവരെതിരാണ്. രാജ്യസഭ ലോക്സഭ എന്നുള്ള കാഴ്ചപ്പാടിന് തന്നെ BJP എതിരാണ്. സംഘപരിവാറിൻ്റെ ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് കടന്നാൽ ഇങ്ങനെയുള്ള ജനാധിപത്യ സംവിധാനത്തെ തന്നെ അംഗീകരിക്കാത്ത ഒരു ഐഡിയോളജിയാണ് അവർക്കുള്ളത്. അപ്പോൾ ആധുനിക ജനാധിപത്യത്തിൻ്റെ, പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ നടപടിക്രമങ്ങളോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ആളുകളാണ്. അപ്പോൾ അവരതിനെ എന്താണ് ഇന്ത്യയെ തന്നെ ഒരു പ്രസിഡൻഷ്യഷിപ്പിലേക്ക് നയിക്കുക, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കൊക്കെ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുക, ഈ അതോ സഭയായിരിക്കുന്ന രാജ്യസഭയെ ദുർബലപ്പെടുത്തുക, അതിനെ ഇല്ലാതാക്കുക, ഇതൊക്കെ തന്നെ BJPയുടെ ഒരു അജണ്ടയാണ്. ആ രാഷ്ട്രീയ അജണ്ടയുടെ ഇംപ്ലിമെൻറ്റേഷൻ്റെ കൂടി ഭാഗമായിട്ട് വേണം ഇപ്പോഴത്തെ ഈ മണ്ഡല പുനർനിർണയന നീക്കങ്ങളെ നമ്മൾ കാണാൻ. ഇതിൽ അവർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, BJP വനിതാ സംവരണവുമായി വന്നു, പ്രതിപക്ഷ പാർട്ടികളാകെ വനിതാ സംവരണത്തെ എതിർത്തു, അതുകൊണ്ട് ഞങ്ങൾ നാരീശക്തിക്ക് വേണ്ടി നിലകൊണ്ടു എന്ന രീതിയിൽ ഇന്ത്യയിലെ സ്ത്രീകൾക്കിടയിൽ ഈ
അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ നടത്താൻ കഴിയുമോ എന്നൊക്കെയുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ കൂടി ഇതിലുണ്ട്. ഹിന്ദുത്വ രാജ്യമെന്ന RSSന്റെ സ്വപ്നത്തിന്മേലുള്ള വലിയൊരു ആ സ്വപ്നമാണ് ഈ ഒരു ബില്ലിൻ്റെ പിന്നിലെന്നും പറയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം തങ്ങൾക്ക് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു ബഹുദേശീയത ഘടകനക്കകത്ത് ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടേതായ ഈ ഫെഡറൽ യൂണിറ്ററി സംവിധാനത്തിനകത്ത് എളുപ്പം 2019 തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയവും കോർപ്പറേറ്റ് അജണ്ടയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ഏറ്റവും സ്വാധീനമുള്ള മേഖലകളിൽ സീറ്റ് വർദ്ധിപ്പിക്കണം. അങ്ങനെ ലോകസഭയിൽ എളുപ്പം ഭൂരിപക്ഷം നേടാം. അവർ പ്രതീക്ഷിച്ച എന്താണ്, 400 ചില്ലാനം സീറ്റ് നേടിയിട്ട് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുന്ന ബില്ല് അവതരിപ്പിച്ച് ഭരണഘടന തന്നെ ആ രീതിയിൽ ഭേദഗതി ചെയ്യും. അതിനു വേണ്ടിയാണ് അവർ വോട്ട് ചോദിച്ചത്. പക്ഷേ അവർക്ക് എന്താണ്, താഴോട്ട് പോകേണ്ടി വന്നു. NDAക്ക് എല്ലാം കൂടെ 290 സീറ്റ് പോലും നേടാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. അപ്പോൾ ആ അവസ്ഥ പരിഹരിക്കാൻ അവർ കാണുന്നത് തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ സീറ്റ് വർദ്ധിപ്പിക്കുക. അതുവഴി അവർ ഭരണഘടനാ ഭേദഗതിയിലേക്ക് പോകും, ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കും. RSSൻ്റെ 100ാം വാർഷികത്തിൽ അവർ ആഗ്രഹിച്ചതാണ്, അവർ ലക്ഷ്യം വെച്ചതാണ്. പക്ഷേ ഇന്ത്യൻ ജനത അവർക്ക് ഭൂരിപക്ഷം കൊടുത്തില്ല. അവർ വലിയ ഭൂരിപക്ഷം നേടി പാർലമെൻറ്റിനകത്ത് ഭരണഘടന ഭേദഗതി ചെയ്ത് നമ്മുടെ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമായി RSSൻ്റെ 100ാം വാർഷികത്തിൽ പ്രഖ്യാപിക്കാനാണ് ലക്ഷ്യം വെച്ചത്. പക്ഷേ ആ അജണ്ട പൊളിഞ്ഞു പോയി. ആ അജണ്ട മറ്റൊരു വഴിക്ക് നടപ്പാക്കാനുള്ള നീക്കവും കൂടി ഇതിന് പിറകിലുണ്ട്. RSSൻ്റെ ആ ലക്ഷ്യം കൂടി ഈ മണ്ഡല പുനർനിർണയനത്തിന് പിന്നിലുണ്ട് എന്ന് നമ്മൾ കാണണം. ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെ, പ്രതിപക്ഷം ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടിനെ താങ്കൾ തൃപ്തനാണോ? പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. ജനങ്ങളെ ഈ വിഷയത്തിൽ എത്രത്തോളം അറിവ് നൽകാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചുവെന്ന് താങ്കൾ കരുതുന്നു? അല്ല, പ്രതിപക്ഷം കുറെ കൂടി ജാഗ്രതായ രീതിയിലുള്ള ഇടപെടൽ നടത്തണം. വളരെ അജിറ്റേറ്റീവായ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കണം. ഇപ്പോൾ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വീടുകളിൽ കരിങ്കൊടി ഉയർത്തിക്കൊണ്ട് ഇത് പ്രതിഷേധിക്കുമെന്നാണ്. ഇന്നവർ കത്തിച്ചു. അതെ. കേരളം ഉൾപ്പെടെയുള്ള ഈ പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി ഇതിനെതിരായിട്ട് രംഗത്ത് വരണം. പ്രതിപക്ഷം ഒരുമിച്ച് നിന്നില്ലെങ്കിൽ BJP ആഗ്രഹിക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ ഘടനയെ തകർത്ത് ഹിന്ദുരാഷ്ട്രമാക്കി ഈ രാജ്യത്തെ മാറ്റാൻ ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മണ്ഡല പുനർനിർണയനം. ഹിന്ദുരാഷ്ട്രത്തെ എതിർക്കുന്ന തമിഴരും മലയാളിയൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കും, ഞങ്ങൾക്ക് UP യിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ ആവശ്യമായ ഭൂരിപക്ഷമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് യഥാർത്ഥത്തിൽ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ സീറ്റ് കൂട്ടുന്ന രീതിയിലുള്ള ഈ മണ്ഡല പുനർനിർണയന പ്രക്രിയ. ആ ഗൗരവത്തിൽ തന്നെ അതിനെ കാണണം. മതനിരപേക്ഷ ശക്തികൾ, ജനാധിപത്യ ശക്തികൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് നമ്മുടെ ഫെഡറലിസത്തിനും മതനിരപേക്ഷതയ്ക്കും നേരെ ഉയരുന്ന വെല്ലുവിളിയാണ് ഇതെന്ന് കണ്ടുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വരണം. എന്തായാലും ഞങ്ങൾക്ക് നൽകിയ സമയത്തിന് നന്ദി. ഓക്കെ.